ഹേയ് ഗൈസ്, അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ കോളേജൊന്നുമില്ല, അപ്പോൾ വെറുതെ ഇങ്ങനെ നടക്കണ്, തേരാ പാര നടക്കണ്. അതൊരു എന്റർടൈൻമെന്റ് ആണ്. കാരണം ലാബില്ല, റെക്കോർഡില്ല, നോട്ട് സബ്മിറ്റ് ചെയ്യണ്ട. ഹോ, അതായിരുന്നു ഞാൻ സ്വപ്നം കണ്ട കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ഞാൻ സ്വപ്നം കണ്ട ലൈഫ്. വൈദബായി, ഞാൻ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത്, ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടത്തിൽ പോയി ചക്ക ഇടണം. ചക്ക ഇട്ടിട്ട് വന്നിട്ട് ചക്ക കൂട്ടാനും പിന്നെ നമ്മളെ പെരുന്നാക്കത്തെ കുറച്ച് ഇറച്ചിയും കൂടി ഉണ്ട്. അപ്പോൾ അത് കൊടുത്തിട്ട് ചക്ക കൂട്ടാനും ഇറച്ചിക്കറി. അങ്ങനെ നാടിന്റെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളെ കണ്ട് നമുക്ക് ചക്ക പോവാം. അതായത് നമ്മളെ പ്രോനെ എടുത്തിട്ടാണ് പോണത്. ഇതാക്കണ് ഒരു തോട്ടിയും കൂടി എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ബാക്കി തോട്ടി അവിടെ ഉണ്ട്. ഞാനും പ്രോ ആണ്, ജവണ്ടി പ്രോ ആണ്. അയ്യന്റെ മോനെ, ഇതാണ് നമ്മ പറഞ്ഞ മമ്പാടിന്റെ വിഷ്വൽ ബ്യൂട്ടി. പോവാ ഇനിയോടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാല് നമ്മളെ ചക്ക പോകില്ല. അങ്ങനെ ഇതാണ് നമ്മളെ തോട്ടം. ഇതാണ് നമ്മളെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം ചക്കട ഉണ്ടോ പോയോക്കട്ടെ. തോട്ടിയൊക്കെ കഴിച്ചു പോകുന്നൊരു ചക്കല്ലേ പറഞ്ഞിട്ട് കാര്യമല്ലോ. അപ്പൊ ചക്ക ഉണ്ട്, ഒന്നെന്തായാലും ഉണ്ട്. നമ്മളപ്പുറത്തും ഉണ്ട്. ചക്ക ഉണ്ട്. അപ്പൊ ചക്ക ഇല്ലാത്ത പ്രശ്നമല്ല. അപ്പൊ ഏതായാലും ചാക്ക് കൊടുത്തിട്ടില്ല. ഒന്നിലേറെ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടെന്തായാലും പണിയാവും. നോക്കുക, തോട്ടി എടുത്തിട്ട് വരാം. ഇവിടെ ഒരു സീൻ എന്താ വെച്ച് കഴിഞ്ഞാല് കുരങ്ങന്മാരെ ശല്യം ഭയങ്കര. അതുകൊണ്ട് തന്നെ ചക്ക നമുക്ക് മിക്കവാറും കിട്ടില്ല. കിട്ടിയാ കിട്ടി, പോയാ പോയി. അതാണ് ഇവിടുത്തെ ഒരു കോലം. പിന്നെ ഇടയ്ക്കൊക്കെ ആനകളും വരും. ഇല്ല, നമ്മളെ ഈ ഭാഗത്തൊക്കെ ഏതായാലും കുറവാണ്. ആദ്യമൊക്കെ വന്നിന്ന് പറഞ്ഞേക്കാം. തോട്ടികെട്ടലാണ്. ഇതൊക്കെ കെട്ടിയാ നിൽക്കുമൊന്നുമല്ല, പൊട്ടുക പാടെ. നമ്മക്കാണിതൊന്നും കെട്ടും പരിചയമല്ല. വല്യമ്മയ്ക്ക് അത് കെട്ടല്. വലിയ ആളപ്പോണെ ഞാൻ ചക്കട്ടിട്ട് തരാമെന്ന് പറഞ്ഞ് പോന്ന. അങ്ങനെ തോട്ടി ഏകദേശം സെറ്റ് ആയിക്കണ്. ഇട്ടറിയോ ബാക്കി ഈ കണ്ണ് ചക്ക നമ്മൾ ആദ്യം ഇടാൻ പോണേ. അപ്പൊ എന്നാ ഇടാട്ടോ. കത്തില്ലേ? ആണ്ട് ഇതൊക്കെ എങ്ങനെ കൊടുത്താത്തെ? കത്തി പൊട്ടി. അടിപൊളിയാ തോട്ടി. അങ്ങനെ വീണ്ടും തോട്ടി കെട്ടിയിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും പോയി പഴയ പൊസിഷനിൽ പോയിരിക്കും. ഓക്കെ, അപ്പൊ ഗായ്സ് വീണ്ടും കേട്ടോ. വീണാ മതി. കിട്ടിയില്ല. അടുത്ത ചാൻസ്. കത്തിരി പോയി. വീണ്ടും 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 കുറച്ച് റെസ്റ്റ് എടുക്കാം. അങ്ങനെ 2 പ്രാവശ്യത്തെ മികച്ച തോൽവിക്ക് ശേഷം തല മാറ്റുവാൻ ശ്രമിച്ചു നോക്കിയാണ്. ഇതും കഴിഞ്ഞ അഞ്ച് വേറൊരു ഐഡിയ അല്ല. അങ്ങനെ വീണ്ടും നിങ്ങൾ പഴയ പൊസിഷനിൽ പോയി നോക്കി നോക്കുക. ടേക്ക് നമ്പർ 3 കിട്ടേ. ഇതെന്തൊക്കെയത് വളഞ്ഞൊക്കെ ഉണ്ടല്ലോ. അപ്പൊ പോരാനായി ഉണ്ടാവും. ടേക്ക് നമ്പർ 4 ഒക്കെ എന്നെ പറയിപ്പിച്ചാനായിട്ട്. തേങ്ങ ഇനി ടേക്കില്ല. ഇനി ചക്ക ഇട്ടുകണമെങ്കിൽ കാണാം. ഇനിയോടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നാല് നമ്മളെ ചക്ക പോകില്ല. ചാക്ക് കൊടുത്തിട്ടില്ല. ഒന്നിലേറെ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ടെന്തായാലും പണിയാവും. നോക്ക, പ്ലാൻ ബി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. ഞാൻ കുരങ്ങന്മാർ തിന്നോട്ടെ, നമുക്ക് വേണ്ടേ, ഒഴിവാക്കി പോവാ.
അപ്പോൾ പെരി പോവാ, ഏതായാലും പെരി പോവാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഉണ്ണിൻ്റെ പരിപാടിയും ചെയ്ത് നോക്കട്ടെ. അങ്ങനെ വരണല്ലേ. അപ്പോൾ പെരിക്ക് എത്തിയിട്ട് അപ്പോൾ ഈ ചക്ക വെട്ടാൻ വേണ്ടി പോവാണ്. അപ്പോൾ സംഭവം ഇരുട്ടായി തുടങ്ങിയത്. സംഭവം നമ്മൾ രാവിലെ അല്ലേ പോയത്, വൈകുന്നേരമാണ് പോയത്. അപ്പോൾ ചക്ക വെട്ടട്ടെ, പിന്നീട് പരിപാടികളൊക്കെ സ്പീഡ് ആയിക്കാറ്. അപ്പോൾ ഇന്ന് തന്നെ ചക്ക തിന്നിട്ടുള്ള ഒരു പരിപാടി. ഓക്കെ, വെട്ടാൻ പോവാടോ. ഓ അതൊക്കെ ഇത് മൂത്തിട്ടുള്ളത് കൊണ്ട് പണിയായല്ലോ. ഒരു പൊരുലഞ്ഞു പഞ്ചം മുറഞ്ഞ് വെട്ടിയിരിക്കും. അയ്യോ, മൂത്തിക്കണ് ഗോയ്സ്. അയ്യോ അങ്ങനെ ഇവിടെ ഇറച്ചി റെഡി ആയിക്കണ്. അപ്പൊ ഇനി എല്ലാ വീഡിയോസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുള്ളൂ. അപ്പൊ തന്നെ ലെങ്ത് എംബോർഡ് ആയിക്കണ്. അപ്പോൾ ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ സാധനം ചേർക്കണത്. പിന്നെ അങ്ങനെ ഉലുവയുണ്ട്. അപ്പോൾ ഇതൊക്കെ പാട്ടാണ്ട് മിക്സ് ചെയ്തുകൊണ്ട് അടുപ്പത്ത് വെക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെക്കൻ്റെ ഭാഗം നോക്കാം. ഇതൊന്നും പിന്നെ ഞാനല്ല വെക്കണേ, ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വെറും വർത്താനം പറയാൻ മാത്രം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ചെക്കൻ്റെ പരിപാടി വെക്കാം. ഇതിങ്ങനെയൊക്കെയാണ് ചത്തല്. ചെയ്താക്കണ ബാക്കി എത്തിക്കോളി. അപ്പോൾ ഗൂയിസ്, അപ്പോൾ അടുത്ത് നമ്മൾ ചക്ക വെക്കാൻ വേണ്ടി പോവാണ്. ചക്ക മുളക്, മഞ്ഞൾ, പെരിഞ്ചീരകം, ഉപ്പ്, പിന്നെ 2-3 വെളുത്തുള്ളി അത് വിട്ടിട്ട് നേരെ കുക്കറിൽ കയറ്റാം. അപ്പോൾ ഇറച്ചി വെന്ത്. അപ്പോൾ ഇനി നേരെ ഇറച്ചി തൂമിച്ച്. അപ്പോൾ അതിന് ചട്ടി വെച്ചിട്ടുണ്ടോ ഇവിടെ വെച്ച് വെളിച്ചെണ്ണല്ലേ, കുറച്ച് വെച്ചാൽ മതിയോ? വെളിച്ചെണ്ണ ചൂടായിട്ട് വേണം ചെറുള്ളിടാൻ. നമ്മൾ ചൂടാകണതിൻ്റെ മുമ്പിട്ട് കുഴപ്പമില്ല, ചൂടായി കൊടുക്കാൻ കേട്ടോ. ഇറക്കണ്ടേ, ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇത് കുറച്ച് കരിയപ്പും ഇനി അരച്ചിട്ട് കൊടുക്കാം. ഒന്ന് മാറിക്കണേ കാരണം നല്ലേ. കുസ് 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 കുസ്. അയ്യോ, ഉള്ളി ഞാൻ ഇളക്കി കൊടുത്തോണ്ട് പറയല്ല, നല്ല മണമുണ്ട്. അപ്പൊ 2 ദിവസത്തെ പരിശ്രമത്തിന് ശേഷം അവസാനം നമ്മളെ ചക്ക കൂട്ടാനും ഇറച്ചിക്കറിയും ഇവിടെ റെഡി ആയിക്കണ്. അപ്പോ 2 ദിവസത്തെ കാത്തിരിപ്പാണ് സുഹൃത്തുക്കളെ. ചക്ക കൂട്ടാനും പിന്നെ ഇറച്ചിക്കറി നല്ല സെറ്റായി വന്നു കേട്ടോ. നല്ല കുറച്ചു നേരം കൂടുതൽ കഴിച്ചു. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ഇങ്ങോട്ട് മുക്കി പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂട്ടി ഇങ്ങോട്ട് പാരാം. ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, കുറേ വിട്ടായി നമ്മൾ ഒറ്റയ്ക്ക് വീടെടുക്കണേ. അതാണ്. അപ്പോൾ അത് കണ്ടുകൊള്ളട്ടോ. ഓ, ഇറച്ചിയുണ്ടല്ലേ പറഞ്ഞല്ലേ, നല്ല ഉസാറായിട്ട് വന്നത്. അപ്പോൾ എടുത്തിട്ട് ഇറച്ചിയും കറിയും ഒരുമിച്ച് കൂട്ടി പിടിച്ചിട്ട് ഞാൻ ഇളക്കി കൊടുത്തുണ്ടാക്കിയാണ്ട് പറയല. അടിപൊളി, അതൊന്നും പറയല, വർത്താനം നിൽക്കാനല്ല. അപ്പോൾ ഒന്നും പറയാല്ല. ചക്കക്കാലം ചക്കക്കാലം കഴിയണ നേരമാണ് ഉണ്ടായിക്കോളി. അടിപൊളി, രക്ഷയില്ല. വീണ്ടും അങ്ങനെ കൂട്ടി പിടിക്കുക, എൻ്റെ ഇറച്ചി എടുക്കുക, കൂട്ടി വെക്കുക. അത് വലിയ തൊള്ളാണ്ടി ഒന്നൊരു സ്ഥലക്കില്ല. പിന്നെ നമ്മളെ ചങ്ങാതിൻ്റെ ഇടയിൽ ഒന്ന് ഗൾഫിൽ പോയി. അപ്പോൾ അതിൻ്റെ ഈ നമ്മൾ 2 ദിവസത്തെ വീഡിയോ അല്ലേ, അതിൻ്റെ ഇടയിൽ കൂടുതൽ പരിപാടി കഴിഞ്ഞത്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരി, ഞാൻ തീർത്തിട്ട് തരാം. ഇതാണ് നമ്മൾ പറഞ്ഞ ആള് പ്രവാസി. അപ്പോൾ അങ്ങനെ ടി പി പിന്നെയും വിളിച്ചിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 2-3 മാസം മുമ്പേ വ്ളോഗ് നിർത്തിയാൽ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് ശേഷമാണ് ഓൻ വന്നിട്ട് 2 മാസം കഴിഞ്ഞ് ഓൻ പോകാനായി. ഇപ്പോഴാണ് വ്ളോഗ് തുടങ്ങണേ കഴിച്ചിട്ടായില്ലേ. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പോൾ രാത്രിയോട് പോകണം. അപ്പോൾ നമ്മൾ അതിന് വണ്ടി സാധനം വാങ്ങാൻ വേണ്ടി പോകണം. അപ്പോൾ ആദ്യം പ്രവാസിക്ക് ബേക്കറി ഒഴിച്ചു വിടാൻ പറ്റുന്ന സാധനം എന്തെങ്കിലും അതാണ് സാമ്പിൾ എന്തായാലും മാത്രല്ല സാധനം വാങ്ങ. ഈ പള്ളം ഇങ്ങനെ കൂടിനൊന്നും പറയണ്ട. ആട് ചമക്കണേര് ചമക്കല്ലേ, ഒരു ഒഴിവില്ലല്ലേ ഇതിന്. ഒരു ടീഷർട്ട് എടുക്കാൻ 4 ആള്. മനുഷ്യനുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല, മണ്ണിലിടമില്ല.
മണ്ണിന്റെ വിറക് വരൻ ചിറകിന്റെ തൂവൽ വരൻ കാറ്റിനാടും കോലങ്ങൾ യാട്ടിനാവിലും ഒരു നൊമ്പരം ലാസ്റ്റ് സപ്പർ അല്ലേ ഗൈസ്? ഞങ്ങളങ്ങനെ എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. പാരിസേ, ഈ ഗൾഫ് കോണ എൻ്റെ ഭാവി സങ്കല്പങ്ങൾ എന്തൊക്കെയാ? പെണ്ണെട്ടണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഹേയ് ഗൈസ്, അപ്പോൾ കുറേ കാലത്തിന് ശേഷം